Okay, welcome you all to today's class. എല്ലാവരെയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷൻ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഒന്നാമത്തെ യൂണിറ്റിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഡെഫിനിഷനും നാച്ചറും സ്കോപ്പ് തുടങ്ങി എഡ്യൂക്കേഷൻ സൈക്കോളജിയും ജനറൽ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ദെൻ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഈ രണ്ട് ടേമുകൾ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മീനിങ്, ദെൻ മെച്ചുറേഷൻ, അതുപോലെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ, ഈ മൂന്ന് ടേംസ് തമ്മിലുള്ള ഒരു റിലേഷൻ, പിന്നെ ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ സോഷ്യൽ, ഓരോരോ ലാംഗ്വേജ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഓരോരോ ഡെവലപ്മെന്റുകൾ, പിന്നെ നമ്മുടെ ഡെവലപ്മെന്റൽ ഫേസസ്, അതിൽ ഹെർലോക്കിന്റെ തിയറി, അദ്ദേഹത്തിന്റെ ഓരോരോ സ്റ്റേജസ്, പിന്നെ അവിടെ നിന്നിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മോറൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ ഓരോരോ സ്റ്റേജിലുള്ള മോറൽ ഡെവലപ്മെന്റുകളൊക്കെ കണ്ടു. പ്രുഡൻഷ്യൽ സ്റ്റേജ്, അതോറിറ്റേറിയൻ സ്റ്റേജ്, സോഷ്യൽ സ്റ്റേജ്, പേഴ്സണൽ സ്റ്റേജ്. അതുപോലെ ജീൻ പിയാഷേന്റെ മോറൽ തിയറി ഓഫ് മൊറാലിറ്റി, അതിൽ മോറൽ റിയലിസം, മോറൽ റിലേറ്റിവിസം, പിന്നെ കോൾബർഗിന്റെ 3 ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് തിയറി, പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അഡോളസൻസ് പീരീഡിലേക്കാണ് പോയത്. അവിടെ എന്താണ് അഡോളസൻസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ അവർ നേരിടുന്ന പ്രോബ്ലംസ്. അതിൽ നമ്മൾ ഏകദേശം ഒരു 8ഓളം പ്രശ്നങ്ങൾ കണ്ടു. ആ അഡോളസൻസിന്റെ പ്രോബ്ലംസിന് ശേഷം ഹൗ ടു ഹെൽപ്പ് ദ അഡോളസൻസ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓർ ടു മാനേജ് ദ പ്രോബ്ലംസ്, അവരുടെ പ്രശ്നങ്ങളെ അവരെങ്ങനെ മാനേജ് ചെയ്യും, അതിനുള്ള ഏകദേശം 9ഓളം പോയിന്റുകൾ കണ്ടു. അത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അത്രയല്ലേ? ഇനി ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റൽ ടാസ്കുകൾ അതെന്താന്നുള്ളത് നോക്കും. ദെൻ യൂസസ് ഓഫ് ദ നോളജ് ഓഫ് ഡെവലപ്മെന്റൽ ടാസ്ക്, ഈ ഡെവലപ്മെന്റൽ ടാസ്കിന്റെ നോളജ് ഉണ്ടാകുന്നതിന്റെ യൂസസ് എന്താന്ന് നോക്കും. പിന്നെ ഹാംസ് ഡ്യൂ ടു ഇൻസിസ്റ്റൻസ് ഓഫ് ഡെവലപ്മെന്റൽ ടാസ്ക്, കൃത്യമായ ഡെവലപ്മെന്റൽ ടാസ്കുകൾ ഇല്ലാത്തതിനാലുള്ള ഒരു ഹാംഫുൾനെസ് അല്ലെങ്കിൽ ഹാംസ് കൊണ്ടുള്ള ഉപദ്രവം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താ അത് നോക്കും. ദെൻ ഓരോരോ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റൽ ടാസ്കുകൾ എന്തൊക്കെയാണ്, അതൊരു നമ്മുടെ മിഡിൽ ഏജ്, ഓൾഡ് ഏജ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കും. എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ടാസ്ക്, എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ടാസ്കിൽ എഡ്യൂക്കേഷന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ടോപ്പിക്. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയാണുള്ളത്. സോ ആക്ച്വലി ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഓരോരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലും നമുക്ക് ചെയ്യാൻ ഓരോരോ ടാസ്കുകൾ ഉണ്ടോ? ശരിക്കും അങ്ങനെ ഉണ്ടോ? ഓരോരോ ഏജിലും ഓരോ കുട്ടികൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടോ? 18ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? അല്ലെങ്കിൽ 21ാമത്തെ വയസ്സിൽ കുട്ടി ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? എന്തോ? 18ാം വയസ്സിൽ വോട്ട് ചെയ്യാ. നല്ല ടാസ്ക് ആണല്ലോ. വയനാട് മണ്ഡലമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ പാലക്കാട്? അല്ല, വയനാട്. ഓക്കെ, അങ്ങനെ വരൂ. വേറെ കരിയറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക, ഫാമിലിനെ കുറിച്ച്, ഐ മീൻ കല്യാണം കഴിക്കുക അത് മറന്നു പോരുത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കണോ എന്നുള്ളത്. അത് ഭയങ്കര കൺഫ്യൂഷൻ ആയി പോയില്ലേ? ഓക്കെ, സോ ഡെവലപ്മെന്റ് ടാസ്ക്സ് എന്നുള്ളതാണ്. സം സ്കിൽസ് ആർ നീഡഡ് ഇൻ ഡെവലപ്മെന്റ് സ്റ്റേജസ്. ഓരോരോ സ്റ്റേജിലും ചില സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ്. ഓക്കെ,
These skills are called developmental tasks. It may be a behavioral pattern. Okay, so these are skills and behavior pattern are essential to personal and social adjustment life or stages. അപ്പം ഓരോ സമയത്തും നമ്മളിൽ ഉണ്ടാകേണ്ട ബിഹേവിയർ, നമ്മളിലാവേണ്ട സ്കില്ലുകൾ, അത് ഒരാളുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ലൈഫിന് വെരി ഇമ്പോർട്ടൻ്റ് ആയ അത്തരം സ്കില്ലുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, development task is a task which arises at a period in the life of individual, successful achievement of which leads to his happiness and success with the later task. അപ്പോൾ ഓരോ പീരീഡിലും അവർ അച്ചീവ് ചെയ്യേണ്ട ടാസ്കുകൾ, സ്കില്ലുകളാണ്. ഓരോ ഇൻഡിവിജ്വലും നേടേണ്ട സ്കില്ലുകളാണ്. ആ ഒരു സ്കില്ല് സക്സസ്ഫുള്ളായി അച്ചീവ് ചെയ്താലാണ് അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുക, അവരുടെ ലൈഫിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുക. അപ്പൊ ചോദിക്കട്ടെ, ഒരു കുട്ടി 1-ാമത്തെ വയസ്സിൽ അച്ചീവ് ചെയ്യേണ്ട ഒരു ടാസ്ക് എന്താ? നിങ്ങളെ അറിവില്, നിങ്ങളെ എക്സ്പീരിയൻസ് നടക്കാൻ തുടങ്ങും. കൈവിട്ട് നിൽക്കാൻ. നടക്കാൻ തുടങ്ങുക, 1-2 വാക്കുകൾ പറയാ. പിന്നെ തിരിച്ചറിയാൻ ഫാമിലി അല്ലെങ്കിൽ ഉമ്മ ഉപ്പ അവരൊക്കെ പാരന്റ്സ് തിരിച്ചറിയാം. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ടാസ്കുകൾ ഉണ്ട് അല്ലെ. ഡെവലപ്മെന്റ് ടാസ്ക് ആർ ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ഡെവലപ്മെന്റൽ പീരീഡ്സ്. നമുക്കറിയാം, 1-ാം വയസ്സിൽ കുട്ടി ചെയ്യേണ്ടതല്ല 16-ാം വയസ്സിൽ കുട്ടി ചെയ്യുക, അത് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഈ യൂസസ് ഓഫ് നോളജ് ഓഫ് ഡെവലപ്മെന്റ് ടാസ്ക്, ഈ ഡെവലപ്മെന്റ് ടാസ്കിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ടോ? ഉണ്ടോ? ഓരോ സ്റ്റേജിൽ ഇന്നത് ചെയ്യും നമ്മൾ അറിയേണ്ടതുണ്ടോ? എന്തിനങ്ങനെ നമ്മൾ അവെയർ ആവണേ? എന്തെങ്കിലും കാരണമുണ്ടോ? ഓക്കെ, ഒരു കുട്ടിക്ക് 1 വയസ്സായി പല്ല് വന്നില്ല, അല്ലെങ്കിൽ 1.5 വയസ്സായി പല്ല് വന്നില്ല, എന്ത് ചെയ്യും? ഡെന്റിസ്റ്റിനെ കാണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയണം ഏത് സമയത്ത് വരാം, ഏത് സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പാരന്റ്സിന് അതിനെ കുറിച്ചൊരു ബോധം വേണം. ഈ ഡെവലപ്മെന്റ് ടാസ്കിനെ കുറിച്ച് ടീച്ചേഴ്സിന് അറിയണോ? എന്തിനാ? നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുട്ടി അത് ചിലപ്പോ 10 വയസ്സുകാരനാവാം, ചിലപ്പോ 15 വയസ്സുകാരനാവാം. അവന്റെ സ്റ്റേജിൽ അവൻ എന്തൊക്കെ സ്കിൽ ഉണ്ടാവണം, എന്തൊക്കെ നോളജ് ഉണ്ടാവണം എന്ന് നമുക്കറിയണം അല്ലേ? സോ അതിന് വേണ്ടിയാണ് ഡെവലപ്മെന്റ് ടാസ്കുകൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഡെവലപ്മെന്റ് ടാസ്ക് എനേബിൾ ഇൻഡിവിജ്വൽ ടു നോ വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഓഫ് ഹിം ബൈ സൊസൈറ്റി അറ്റ് എ പർട്ടിക്കുലർ ഏജ്. ഓരോ സമയത്തും ഓരോ കുട്ടിയിൽ നിന്ന് കുട്ടിയിൽ നിന്നല്ല, ഒരു വ്യക്തിയിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, അതാണ് ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറയുന്നത്. നമ്മളൊരു 30 വയസ്സുകാരാണെങ്കിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണേ? യെസ്, ഫാമിലി നോക്കുക അല്ലെ. ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടി, പിന്നെ അങ്ങനെ ഒരു ഫാമിലി പ്ലാനിങ്ങിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ്. യെസ്, റൈറ്റ്. Then parents can teach children and so that they may not experience failure. അപ്പൊ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ടാസ്കിനെ കുറിച്ച് ഒരു പാരന്റ്സിന് അറിയാണെങ്കിൽ, മദറിന് അറിയാണെങ്കിൽ, ഫാദറിന് അറിയാണെങ്കിൽ, അവർക്ക് കുട്ടികളെ ആ സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം 5 വയസ്സിലെ ഒരു കുട്ടിക്ക് 6-ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന ഒരു കുട്ടിക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടാവണം. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് ലാംഗ്വേജ് കൊടുക്കാനും ഒരു അഡീഷണൽ ലാംഗ്വേജ് കൊടുക്കാനൊക്കെ ഒരു പാരന്റ്സിന് പറ്റും. Then the individual can understand what is the next stage expected. ഇപ്പൊ എനിക്ക് ഒരു 34 ഏജ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഏജിൽ എന്നിൽ നിന്ന് എന്റെ വീട്ടുകാരും സൊസൈറ്റിയും എന്ത് എക്സ്പെക്ട് ചെയ്യുമെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാലോ അല്ലെ? നിങ്ങളെക്കൊന്നൊക്കെ നിങ്ങളെ വീട്ടുകാരെ പലതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, ഉണ്ടാവില്ലേ? തീർച്ചയായും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാലോ. So they can prepare for that and avoid emotional stress. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഇമോഷണൽ സ്ട്രെസ് ഒഴിവാക്കാനും പറ്റുന്നതാണ് പറയണേ. അപ്പൊ ഡെവലപ്മെന്റ് ടാസ്കുകൾ നിർബന്ധമായി നമുക്ക് അറിയണം. ഓരോ സ്റ്റേജിലും ഡെവലപ്മെന്റ് ടാസ്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് അറിയണം. അത് സോഷ്യലി ഉണ്ടാകും, ഇൻഡിവിജ്വൽ ഉണ്ടാവും, ലാംഗ്വേജ് പരമായിട്ടുണ്ടാകും, സൈക്കോളജിക്കലി ഉണ്ടാവും, അങ്ങനെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഉണ്ടാകും, മോട്ടോ ഡെവലപ്മെന്റ് ഉണ്ടാവും, പലതരത്തിലുണ്ടാവും. അതൊക്കെ നമുക്ക് അറിയണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങള്
പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പൊ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിന്റെ പേരറിയോ? ബൈ ഇലക്ഷനിൽ പാലക്കാട് മത്സരിക്കുന്ന ആരൊക്കെയാ? രാഹുൽ ഉണ്ട്. രാഹുൽ ഉണ്ട്. ബാക്കി അറിയില്ല. ബാക്കി അറിയില്ല. വേറെ ടീച്ചർ പത്രം വായിക്കൽ നിർബന്ധമാണ്. ആർക്കും അറിയില്ല. ഇപ്പോ പാലക്കാട് ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ മിനിമം 2 ആളെങ്കിലും. നിങ്ങൾ വയനാട് സൂര്യനോ ഐ തിങ്ക് അങ്ങനെ നിങ്ങൾ വയനാട് വെച്ചിട്ട് വയനാട്ടിൽ മാത്രം അറിഞ്ഞാൽ മതിയോ? സൂര്യനോ ഞങ്ങൾ മലപ്പുറമാണ്. ഞങ്ങൾ വയനാട്ടിനെ കുറിച്ച് ഞങ്ങൾ അറിയണ്ടല്ലോ. പാലക്കാട് മത്സരിക്കണേ ഡോക്ടർ സരിൻ ഉണ്ട്, അറിയോ? അറിയില്ല. അവർക്ക് ഒരു വൈഫുണ്ട്. ഓക്കെ, സരിന് വൈഫുണ്ട്, സൗമ്യ സരിൻ. അവരൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ബുക്കിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തതാണ്. അതില് ഈ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്ര ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല, പക്ഷെ ഡോക്ടർ സൗമ്യസേരന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും ചില ഒരു പക്ഷേ. ഓക്കെ, ഞാൻ ബുക്കിനെ പ്രൊമോട്ട് ചെയ്തതല്ല കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോ കൂടെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഡെവലപ്മെന്റൽ ടാസ്കിനെ കുറിച്ച് അറിയില്ല, ഓക്കെ, എങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു പ്രശ്നം നമ്മൾ കമ്പയർ ചെയ്യും മറ്റുള്ളവരേക്ക്. എന്താ അവളത് ചെയ്യുന്നുണ്ടല്ലോ, കമ്പയർ ചെയ്യും. പിന്നെ ആലോചിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങക്ക് ഒരു കുട്ടി എപ്പോഴാ നടക്കണ്ടേ? ഒരു വയസ്സ് നിങ്ങൾ പറഞ്ഞില്ലേ? അതെ, ഒരു കുട്ടി നടന്നു തുടങ്ങേണ്ടത് ഒരു വയസ്സെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അത് ആ രക്ഷിതാവിന് അറിയണോണ്ട് കുഴപ്പമില്ല. അറിയില്ല, ഒരു പാരന്റ് വിചാരിക്കുകയാണ് ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് എന്തായാലും കുട്ടികൾ നടക്കും എന്ന് വിചാരിക്കുകയാണെങ്കിലോ, 6ാമത്തെ മാസം കഴിഞ്ഞ് ആ പാരന്റിന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? സ്ട്രെസ് ആയി പോലേ. ഇനി ഒരു പാരന്റ് വിചാരിക്കുകയാണ് ഒരു കുട്ടി 5 വർഷമൊക്കെ ആകുമ്പോൾ നടക്കുന്നുണ്ടാവുള്ളൂ, ആ കുട്ടി 2 വയസ്സിൽ നടന്നിട്ടില്ലെങ്കിൽ ആ എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അപ്പോഴും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് ടാസ്കിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയണം എന്നുള്ളത് തന്നെയാണ് ശരി. കാരണം നമ്മുടെ ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാം, തെറ്റായ ധാരണകൾ ഉണ്ടാവാം, അതേക്കുറിച്ച് നമുക്കൊരു മിസ്ലീഡിങ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇറാഷണൽ ബിലീഫുകൾ ഉണ്ടാവാം. അത് എന്ത് ചെയ്യും? ഈ നമ്മുടെ ഡെവലപ്മെന്റ് ടാസ്കിനെ കുറിച്ച് അറിവില്ലെങ്കിൽ അത് ബാധിക്കും. എന്തെങ്കിലും പ്രശ്നം, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് ക്ലിയർലി പറയണം. ഓക്കെ, then omitting a few earlier tasks may prove to be injurious for the proper development. നമുക്കറിയാം ചില പ്രായത്തില് ചില കുട്ടികള് അത് ഓരോ പ്രായത്തിലും ചെയ്യേണ്ടത് ചെയ്യണം. ഇരിക്കേണ്ട സമയത്ത് ഇരിക്കണം, പല്ല് വരുന്ന സമയത്ത് പല്ല് വരണം, സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കണം, അതേപോലെ പാരന്റ്സിന് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് അത് ചെയ്യണം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ്ടാവുക? ആ ഏതെങ്കിലും സ്റ്റേജ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാല് ആ കുട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജിലും ഇവരെന്താണ് ചെയ്യാന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ആ സ്റ്റേജ് അവൻ്റെത് പെർഫെക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഏർലി ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ആ സമയത്ത് കുട്ടികൾ കളിക്കണം, അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവണം. സോ ആ സമയത്ത് അത് ഉണ്ടോ ഇല്ല നമ്മൾ നോക്കണം. ഓക്കെ, then when an individual passes from one developmental stage to the next higher level, higher one, that resulting frustration and harmfulness. അപ്പൊ ഒരു ഇൻഡിവിജ്വല് ഒരു ഡെവലപ്മെന്റൽ ഫേസ് പാസ് ചെയ്ത് കഴിഞ്ഞാല്, ദാറ്റ് മീൻസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ആ കുട്ടിക്ക് അത് ഹാംഫുൾ ആണ്. അതല്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് അതിൽ സ്ട്രെസ് ഉണ്ടാവാം. ഇതിൽ എക്സാമ്പിൾ കൊടുത്തുന്ന കല്യാണമാണ്. നിങ്ങള് ഒരു പെൺകുട്ടിയായിരിക്കെ, ഒരു മുസ്ലിം പെൺകുട്ടിയായിരിക്കെ, ഒരു 20 വയസ്സ് കഴിഞ്ഞു, 25 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ നിങ്ങളുടെ അവസ്ഥ? ഒരു പൊതുവെയുള്ള അവസ്ഥ എന്തായിരിക്കും? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഇനി കല്യാണം പോട്ടെ, കല്യാണം കഴിച്ചിട്ട് 1 വർഷമായി, പ്രഗ്നന്റ് ആയില്ല, എന്താണ്ടാവാ? നാട്ടുകാർക്ക് ഭയങ്കര ബേജാറായിരിക്കും അല്ലേ? അതെ. അപ്പോ ഓരോരോ സ്റ്റേജിലും സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന പല സംഭവങ്ങളുണ്ട്.
അത് ഡെവലപ്മെന്റ് ടാസ്കുകളാണ്, അത് നമ്മൾ ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. നിർബന്ധമാണെന്നല്ല പറഞ്ഞു കേട്ടോ. പക്ഷെ ചിലത് നിർബന്ധമാണ്, ചിലത് നമ്മുടെ ചോയ്സ് ആയിരിക്കും. സോ ഓരോരോ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ടേ, അതായത് നമുക്കുള്ള ടാസ്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇവിടെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിരുത്തി പഠിക്കേണ്ട പോയിന്റുകളാണ്. ഹാസ് ലിസ്റ്റഡ് ദ ഫോളോയിങ് ഡെവലപ്മെന്റൽ ടാസ്ക്. ഒരു സൈക്കോളജിസ്റ്റുകൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഡെവലപ്മെന്റൽ ടാസ്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയുന്നത് ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ്. ആ ലിസ്റ്റിൽ നമുക്ക് കൊടുത്ത പെട്ടെന്ന് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാം. ലേണിംഗ് ടു വാക്ക്, ടു ടേക്ക് സോളിഡ് ഫുഡ്, ടു ടോക്ക്, ടു കൺട്രോൾ ദ എലിമിനേഷൻ ഓഫ് ബോഡി വേസ്റ്റ്. അപ്പൊ ഇൻഫാൻസി ടു ഏർലി ചൈൽഡ്ഹുഡ്, ഒരു 2 വയസ്സ് വരെയുള്ള കാലഘട്ടം, കുട്ടി ജനിച്ച് 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഫുഡ് കഴിക്കണം, നടക്കണം, സംസാരിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടി ചെയ്യണം. ദ ലേണിംഗ് സെക്സ് ഡിഫറൻസസ് ആൻഡ് സെക്ഷൽ മൊഡസ്റ്റി, അഥവാ ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ, അതൊരു നാരോ ഡിഫറൻസ് മാത്രമേ അവർക്ക് അറിയുള്ളൂ കേട്ടോ. അത്തരത്തിലുള്ള ചെറിയ ഡിഫറൻസുകൾ. അച്ചീവിങ് ഫിസിയോളജിക്കൽ സ്റ്റെബിലിറ്റി, എണീറ്റ് നിൽക്കാനും ഓടാനും നടക്കാനും ഒക്കെ ഉള്ള എബിലിറ്റി അവർക്ക് ഉണ്ടാവണം. ഫോമിങ് സിമ്പിൾ കോൺസെപ്റ്റ് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ റിയാലിറ്റി, ചെറിയ ചെറിയ സോഷ്യൽ റിലേഷൻസ്, ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ റിയാലിറ്റി, അത് എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് ഫോം ചെയ്യാൻ പറ്റണം. അഥവാ ചെറിയ ചെറിയ കാര്യങ്ങൾ ആ കുട്ടി ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളതാണ് 2 വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ച് പറയണേ. ഓക്കെ, ഏകദേശം. ലേണിംഗ് ടു റിലേറ്റ് വൺ സെൽഫ് ഇമോഷണലി ടു പാരന്റ്സ്, സിബ്ലിങ്സ് ആൻഡ് അതേഴ്സ്. പാരന്റ്സിനോട് ഇമോഷൻ, അവരോട് സങ്കടം, സ്നേഹം, അതുപോലെ തന്നെ ദേഷ്യം, ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിച്ചു തുടങ്ങണം. ലേണിംഗ് ടു ഡിസ്റ്റിങ്വിഷ് റൈറ്റ് ഫ്രം റോങ് ആൻഡ് ഡെവലപ്ഡ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് തുടങ്ങുന്നതാണ്, കുട്ടിക്ക് ബോധം വെച്ച് തുടങ്ങുന്ന സമയമാണ് ഒരു 2 വയസ്സ് എന്നൊക്കെ പറയണേ. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും പറ്റൂല, അത് ആ കുട്ടികൾ ഏകദേശം ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇനി അതൊരു ഇൻഫാൻസി ടു ഏർലി ചൈൽഡ്ഹുഡ് വരെയുള്ള സമയമാണ് കേട്ടോ. ലേറ്റർ ചൈൽഡ്ഹുഡ് ഒരു 2 മുതൽ അങ്ങോട്ട് ഒരു 5 വയസ്സ് 6 വയസ്സ് വരെയൊക്കെയുള്ള സമയം. ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്, സാധാരണ കുട്ടികളുടെ കളികളൊക്കെ കളിക്കാൻ പറ്റുക. ബിൽഡിംഗ് ഹോൾസം ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൺസെൽഫ് ആസ് എ ഗ്രോയിങ് ഓർഗാനിസം. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും വളർച്ചയുണ്ട്, എനിക്കും ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ എന്ന രൂപത്തിൽ ആ കുട്ടി ഒരു സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലേണിംഗ് ടു ഗെറ്റ് അലോങ് വിത്ത് ഏജ് മേറ്റ്സ്, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുക. ഒരു 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്ന ഒരു സമയമാണ്. ദെൻ ലേണിംഗ് അപ്രോപ്രിയേറ്റ് സെക്സ് റോൾസ്, ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ആ കുട്ടികൾക്ക് ധാരണ ഉണ്ടാവും. ഡെവലപ്പിംഗ് ഫണ്ടമെന്റൽ സ്കിൽസ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്, ചെറിയ ചെറിയ കണക്കൂട്ടാന്, കുറച്ച് വായിക്കാന്, കുറച്ച് എഴുതാനൊക്കെ പഠിക്കാം. ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് നെസസറി ഫോർ എവറി ഡേ ലിവിങ്, ഓരോരോ അഥവാ ഡെയിലി റൂട്ടീൻസ്, അതെന്താണ്, എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, എന്താണ് രോഗം, ഇങ്ങനെയൊക്കെയുള്ള ഈ ഡെയിലി ലൈഫിലുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് കുട്ടിക്ക് ബോധം ഉണ്ടാവുക. ദെൻ ഡെവലപ്പിംഗ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു സോഷ്യൽ ഗ്രൂപ്പുകളോട്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ടീച്ചേഴ്സ്, അതല്ലെങ്കിൽ നെയ്ബേഴ്സ്, ഇതൊക്കെ ഓരോ സോഷ്യൽ ഗ്രൂപ്പുകളാണ്. അവരോട് എന്താണ് നെയ്ബേഴ്സ്, എന്താ ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ഓരോരോ സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ച് കൃത്യമായ ഐഡിയ ഉണ്ടാവുക. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ കല്യാണം, അതേപോലെ തന്നെ പിന്നെ മറ്റു ഗ്രൂപ്പുകള്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവുക. ഇതാണ് ലേറ്റർ ചൈൽഡ്ഹുഡിൽ ഒരു കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടി ഇതിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ആ സമയത്ത് ചോദിക്കും. ഈ പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞാല് ലേറ്റർ ചൈൽഡ്ഹുഡിന്റെ തുടക്കത്തില് കുട്ടി ഇത്തരത്തിൽ കുറെ ഡൗട്ടുകൾ ചോദിക്കും. അഥവാ എന്തിനാ കല്യാണം, എന്താ കല്യാണം കഴിക്കാത്ത. ഇപ്പോഴത്തെ എന്റെ മോന് ഒരു 6 വയസ്സാണ്. അപ്പൊ നമ്മുടെ അടുത്ത് പറയാണ്, ഇമ്മച്ചിന്റെ കല്യാണം കാണാൻ പറ്റിയിട്ടില്ലല്ലോ, അതെന്താ എനിക്ക് പറ്റാത്തതെന്ന്. എന്താ നമ്മളോട് മറുപടി പറയാം? വയറ്റിലുണ്ടായിരുന്നു സാധാരണ പറയല്. കല്യാണ സമയത്തോ? ആ ഞാൻ അത്ര കാരണല്ല. നോർമലി പറയാറെങ്ങനെയാണ്, വേറെ ഒന്നും അവരോട് പറയാൻ പറ്റില്ലല്ലോ. എന്താ പറയാൻ പറ്റായി? ചെറിയ കുട്ടികളാകുമ്പോ ഇവര് ചോദിക്കും. പൊതുവെ അങ്ങനെ സാറേ പറയാ, അത് വയറ്റിന്റെ ഉള്ളിലിരുന്നു എന്ന് പറയും. 6 വയസ്സുള്ള മോനോട് പറഞ്ഞു നമുക്ക്. 6 വയസ്സൊക്കെ കുഴപ്പമില്ല, ഇവര് 3 വയസ്സ് മുതലേ ചോദിക്കാൻ തുടങ്ങൂലേ.
നിങ്ങളെ മോന് 3 വയസ്സ് മുതലേ അമ്മനെ കല്യാണത്തിന് കൂടിയില്ല, അമ്മനെ കല്യാണത്തിന് കൂടിയില്ല പറയണ്ടോ? കാണുമ്പോ ചോദിക്കില്ലേ ഫോട്ടോസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ എവിടെ ചോദിക്കുമല്ലോ. അതെ, ഫോട്ടോസ് കാണുമ്പോൾ ചോദിക്കും എന്താ എന്നെ ഉൾപ്പെടുത്താത്ത, ഞാൻ എന്തല്ലാത്ത, അല്ലെ? അത് ചില കാര്യങ്ങള് ഒരു മെച്യൂരിറ്റി ലെവല്, ഒരു സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി ലെവൽ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് സാറിന്റെ റിപ്ലൈ എന്തായിരുന്നു? അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ക്ലാസ് മുഴുവൻ ശ്രദ്ധാപൂർവ്വം കേട്ടാ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. സർ നൈസ് ആയിട്ട് ഒഴിവായതാണ്. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്തത് പിന്നെ ഇപ്പച്ചി കല്യാണം കഴിച്ചപ്പോ കുട്ടികളൊന്നുമില്ല, പിന്നെ കല്യാണം കഴിച്ചിട്ടാണ്. ഓന് താഴെ ഒരാൾ കൂടി ഉണ്ട്, ഓനുണ്ടായത് കണ്ടില്ലേ, അതേപോലെ ഈ കുറച്ചു മുമ്പ് ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങൾ വളരെ നൈസായിട്ട് അങ്ങോട്ട് പറഞ്ഞ പോലെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അഡോളസൻസ് ആണ്. അഡോളസൻസ് ആയ കുട്ടികളിൽ നിന്ന് നമ്മൾ എന്ത് ഡെവലപ്മെന്റ് ടാസ്ക് എക്സ്പെക്ട് ചെയ്യണം? ഒന്ന്, അക്സെപ്റ്റിംഗ് വൺസ് ഫിസിക് ആൻഡ് അക്സെപ്റ്റിംഗ് എ മസ്കുലിൻ ഓർ ഫെമിനിൻ റോൾ. ഞാൻ ആണാണ് എന്നുള്ള റോള് അല്ലെങ്കിൽ പെണ്ണാണ് എന്നുള്ള റോള് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ശരീരഭാഷനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? ന്യൂട്രൽ, ഈക്വാലിറ്റി. ജെൻഡർ ന്യൂട്രൽ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നോട്ട് അക്സെപ്റ്റബിൾ. കുറെ ജെൻഡേഴ്സ് ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടോ? യെസ് സർ, LGBTQ. LGBTQA+ എന്നൊക്കെ സാധനങ്ങളുണ്ട്. ഓക്കെ, ലെസ്ബിയൻ, ഗേ, അതൊക്കെ എന്താന്നുള്ള അറിയണം കേട്ടോ. അറിയാം സർ. അതില് ഭയങ്കര വിവരങ്ങളാണല്ലോ ആ ഒരു മേഖലയില്. സോ പൊതുവായ ധാരണ എല്ലാത്തിനും ഉണ്ട്, അല്ലാതെ അധികമൊന്നുമില്ല. അല്ല, പൊതുവെ ഉണ്ടായ പോരാ, ഇനി നമുക്ക് അത്ര പോരാ, ഇനി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയേ പറ്റൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കണം. യൂട്യൂബിലൊക്കെ അതിന് ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കേൾക്കണം. പിന്നെ അതിലൊരു വേറൊരു പോയിന്റ് തരോ, നമ്മൾ സാധാരണ പറയാറുണ്ട് ആൺകുട്ടികളെ ആൺകുട്ടികളായി വളർത്തണം, പെൺകുട്ടികളെ പെൺകുട്ടികളായി വളർത്തണം. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ നിങ്ങളുടെ അഭിപ്രായം? കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ തരൂ. ആൺകുട്ടിയെ ആൺകുട്ടിയായി വളർത്തണം, പെൺകുട്ടിയെ പെൺകുട്ടിയായി അത് വളർത്തണം. മനസ്സിലായി, ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ പെൺകുട്ടികൾ ഉയരം കയറാണ്, അപ്പോൾ പറയണം അത് ബോയ്സിന്റെ ഒരു ആക്ടിവിറ്റി ആണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ എപ്പോഴും എതിർപ്പാണ്. ഒരു ഇന്ത്യ പറഞ്ഞു ഫുള്ളാകട്ടെ. പെൺകുട്ടികൾ എപ്പോഴും ആൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് മാത്രം നടക്കുന്നു, അതിന് എന്ത് ചെയ്യണം? അതിന് ഇത് ആൺകുട്ടി ഡ്രസ്സാണ്, പെൺകുട്ടി ഡ്രസ്സാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കണോ വേണ്ടേ? കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ ഫൈൻ. എന്തോ കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ ഫൈൻ. ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ? അതായത് അനുസരിച്ചിട്ട്, സമൂഹത്തിനനുസരിച്ചിട്ട് ഒരു മരണ വീട്ടിൽ പോകുന്നു, കല്യാണ വീട്ടിൽ രണ്ടായിട്ട് പോകണം. യെസ്. പിന്നെ വെതറിനെ അനുസരിച്ചിരിക്കണം ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിൽ. ഓക്കെ. അപ്പം നമ്മള് ചില ആക്ടിവിറ്റികള് അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഡിഫറൻഷിയേഷൻ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയാ. അഥവാ ബോയ്സിനും ഗേൾസിനും രണ്ടായി തന്നെ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയാ. കാരണം അല്ലെങ്കിൽ ഈ ഗേൾസിൽ എന്തുണ്ടാവുക വെച്ചാല് ബോയ്സിന്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ ബാക്കിയുള്ളൊക്കെ ആൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പൊതുവെ ആൺകുട്ടികളുടെ കളികളോടും ആൺകുട്ടികളുടെ ഡ്രസ്സിങ് സ്റ്റൈലിനോടും അവരുടെ ഒരു ഇതിനോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. വെറുതെ പറയാ, ഞാൻ ഒരാളേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്രദേഴ്സ് ഉണ്ടോ? 3 ആളുണ്ട്. അവരുടെ കൂടെ കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. അവരോട് ആൺകുട്ടികളുടെ കളി കളിക്കാൻ പോയിട്ടുണ്ടോ? അങ്ങനെയില്ല, നമ്മളെ കൊറേ എങ്ങനെ കിട്ടാനാ? കൂടിയിട്ടാണ് കളിക്കാറ്. അവരുടെ കൂടെ പുറത്തു പോകണം, അവരുടെ കൂടെ കളിക്കാറുണ്ട്. സാധാരണ എല്ലാവരും ഒന്നിച്ചിട്ടാണ് ഇവിടെ കളിക്കാറ്. പുറത്തെ വീട്ടിലെ കുട്ടികളും നല്ല. അവർക്ക് പെൺകുട്ടികളുടെ കളികൾ, പെൺകുട്ടികളുടെ ക്യാരക്ടർ ഒക്കെ വന്നിക്കണോ? ഇല്ല. അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ആൺകുട്ടികളുടെ കൂടെ മാത്രം കളിക്കുമ്പോൾ ആ ഒരു മേഖലയ്ക്ക് ഇഷ്ടം, അത് സ്വാഭാവികമാണ്. നമ്മൾ ചെറുപ്പത്തിൽ മുതലേ നമ്മൾ കളിക്കുന്നത് ബോയ്സിന്റെ കളികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങളുടെ ചോയ്സസ് ചെയ്യാം എന്നും ഡിബേറ്റബിൾ ആയ സെന്റൻസ് ആണ്. ഇത് മാത്രം ശരി, ഇത് തെറ്റ്, ഇത് പറയാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ പറയാൻ പാടില്ല. ദാറ്റ് ഇസ് യുവർ വ്യൂ.
സോ അഡോളസൻസിന്റെ ഒരു പ്രായത്തിൽ നമുക്ക് എന്തൊക്കെ ഡെവലപ്മെന്റൽ ടാസ്കുകൾ ഉണ്ട്? രണ്ടാമത്തത് എസ്റ്റാബ്ലിഷിംഗ് ന്യൂ റിലേഷൻ വിത്ത് ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സസ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ ഏജ് ഗ്രൂപ്പിനോട് ഒരു റിലേഷൻ ഉണ്ടാക്കുക എന്നത് അവരുടെ ഒരു ആ സമയത്ത് അവർ ചെയ്യേണ്ടതാണ്. അതുപോലെ ഗെയിനിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പേരൻസ് ആൻഡ് അതർ അഡൾട്ട്സ്. ഇമോഷണലി അവർ ഇൻഡിപെൻഡന്റ് ആവണം. അവർക്ക് എപ്പോഴും ഇങ്ങനെ പാരന്റ്സിന്റെ ഒരു അണ്ടറിൽ നിൽക്കുക, അവർ പറയുക കേൾക്കുക, അങ്ങനെ ഒരു ഇതല്ല. അവർക്ക് അവരുടേതായ ഇമോഷൻസും അവരുടേതായ ഡിസിഷൻസും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. അച്ചീവിങ് അഷുറൻസ് ഓഫ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ഈ ഒരു അഡോളസൻ സമയത്ത് അവരുടെ ഒരു ആഗ്രഹമായിരിക്കും എക്കണോമിക് ഇൻഡിപെൻഡൻസ് വേണം. ഞാൻ കരുതുന്ന ഫുഡ് കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന വസ്ത്രം വാങ്ങാനും ഒക്കെ സാധിക്കണം എന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമായിരിക്കും. ആ സമയത്ത് അത് അവർ ചെയ്തു തുടങ്ങേണ്ട സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങളൊക്കെ മക്കള് ഇപ്പൊ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ +1 ആണ്, അല്ലെങ്കിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് സമയത്തൊക്കെ അവർ സ്കൂളിൽ പോകുന്നുണ്ട്. ഇതിന്റെ കൂടെ അവർ എന്തെങ്കിലും സൈഡായിട്ട് അവർ ചെറിയ അവരുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അവരുടേതായ ഒരു ജോലിക്ക് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കാണുക? പ്രോത്സാഹിപ്പിക്കും. നല്ല കാര്യം. പ്രോത്സാഹിപ്പിക്കും. പ്രോത്സാഹിപ്പിക്കൂല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പഠിച്ചാ മതി, അങ്ങനെ ഇപ്പൊ എന്താ പറയാ, നമുക്ക് എക്കണോമിക് പ്രശ്നങ്ങളൊന്നും ഇല്ല, പൈസക്ക് ആവശ്യമൊന്നുമില്ല, ഇത് പഠിച്ചാൽ മതി എന്ന് പറയാൻ സാധ്യതയുള്ള ആളുകളുണ്ടോ? ഒരു പക്ഷെ അങ്ങനെ പറയും സർ. ചിലര് പഠിക്കും. അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോ അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, അവര് ആക്ച്വലി അവര് ഇപ്പൊ ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തുന്നത് നമുക്ക് പൈസക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതല്ല ശരിക്കും അവിടെ മാറ്റർ. നമ്മൾ ശരിക്കും അവരുടെ ഒരു സ്കില്ലും കൂടി അവിടെ ഡെവലപ്പ് ചെയ്യണം. അവർ എക്സ്പീരിയൻസ് നേടുകയാണ് അവിടെ. അവര് ലൈഫിൽ പോസിറ്റീവ് ആണെങ്കിൽ അവർക്കൊരു ഇൻകം കിട്ടി, അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരികയാണെങ്കിൽ ആ സെൽഫ് കോൺഫിഡൻസിലെ അവരുടെ പഠനത്തിലേക്കും അവരുടെ മറ്റു പ്രവർത്തനങ്ങളിലേക്കും അത് ഇതാവും, എന്ത് ചെയ്യും, അറ്റാച്ച്ഡ് ആവും. അപ്പൊ അവരുടെ സമയത്ത് അവർ കൺട്രോൾ ചെയ്യും, അവരുടെ സമയത്ത് അവർ മാനേജ് ചെയ്ത് അവർ കാര്യങ്ങൾ ചെയ്തോളും. അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ്: നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ, പക്ഷെ പഠനത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇന്ന ഉറപ്പുകൾ നീ തരണം എന്നാണ് പറയേണ്ടത്. ഓക്കെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവനെ പ്രാപ്തനാക്കാൻ വേണ്ടേ, അതിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടത്. ഓക്കെ, ബാക്കി നിങ്ങൾ സിറ്റുവേഷൻസ് നിങ്ങൾ ചെയ്യാം. ദെൻ സെലക്ടിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ആൻ ഓക്യുപ്പേഷൻ. തന്റെ ജോലി എന്താവണം, തന്റെ പ്രൊഫഷൻ എന്താവണം എന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾ ആലോചിക്കേണ്ട, തീരുമാനിക്കേണ്ട സമയമാണ് അഡോളസൻസ്. ദെൻ ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽ സ്കിൽസ്, ഇന്റലക്ച്വൽ സ്കിൽസ് ആൻഡ് കോൺഷ്യസ്നെസ് നെസസറി ഫോർ സിവിക് കോമ്പറ്റൻസ്. നമ്മൾ സമൂഹത്തിൽ കോമ്പറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഷ്യസ് വേണം, അതുപോലെ ഇന്റലക്ച്വൽ സ്കിൽസ് വേണം, ബുദ്ധി വേണം, ചിന്ത വേണം. ആ ഒരു സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ് അഡോളസൻസ്. ദ ഡിസൈറിങ് ആൻഡ് അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ. സമൂഹത്തിൽ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഉത്തരവാദിത്തമുള്ള ചില അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അത്തരം ഡ്യൂട്ടീസ് ഒക്കെ സീരിയസ് ആയ കുറച്ച് റോള് ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു സമയമാണ് അഡോളസൻസ്. പ്രിപ്പയറിംഗ് ഫോർ മാരേജ് ആൻഡ് ഫാമിലി. എന്താ അവസ്ഥ? പറ്റുമോ? അഡോളസൻ പീരീഡിലെ മാരേജിനെ കുറിച്ചും ഫാമിലി ലൈഫിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റുമോന്ന്? ജോലി ആയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാം. ജോലി ചെയ്യാൻ പറ്റൂല? എന്റെ അവസ്ഥയിലില്ല. ഓക്കെ, സോ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഗേൾസിനും ബോയ്സിനും വേറെ വേറെ റൂൾസ് ആണെന്നുള്ളതാണ്. ഏകദേശം ഒരു ഓരോരോ നാട്ടിൽ ഓരോ പോലെയാണ്. ദെൻ അഡൽട്ട്ഹുഡിലേക്ക് പോവാണ്. അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു 18 വയസ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള ഒരു 10, 25, 30 വയസ്സുകളൊക്കെ ഒരു സമയം നമുക്ക് കാണാം. സെലക്ടിങ് ദ ലൈഫ് പാർട്ട്ണർ ആൻഡ് എൻഷുറിങ് ഇൻ ടു ദ ഫാമിലി ലൈഫ്. ഒരു 20 to 30 ഉള്ളിൽ വരുന്ന 25 വയസ്സ് ആ സമയത്തൊക്കെ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്ന ഫാമിലി ലൈഫ് പ്ലാൻ ചെയ്യുന്ന സമയം. ഗെറ്റിംഗ് ചിൽഡ്രൻ ആൻഡ് റിയറിംഗ് ദം അപ്പ്. കുട്ടികൾ ഉണ്ടാകുന്നതും ആ കുട്ടികളെ കെയർ ചെയ്യുക, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സമയം. പിന്നെ ഗെറ്റിംഗ് ഇൻ ടു ആൻ ഓക്യുപ്പേഷൻ ഓർ പ്രൊഫഷൻ. ഒരു ജോലിയിലേക്കൊക്കെ പോകുന്ന ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്ന സമയം. ഈ അഡൾട്ട്ഹുഡിൽ ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? കുറെ എല്ലാരും ഒരു ഇതൊക്കെ അഡൾട്ട്ഹുഡ് ആയിരിക്കും അല്ലെ? അതെ. അതെ. ഒരു 35 വയസ്സിനൊക്കെ താഴെ 20-ന് ശേഷമുള്ള ആളുകളായിരിക്കും. അതെ. പാർട്ട്ണർ ആയിട്ടുണ്ടോ? യെസ്. ഫാമിലി പ്ലാനിംഗ് ഉണ്ടോ? യെസ് യെസ്. ചിൽഡ്രൻ ഉണ്ടോ?
യാ അവരെ വളർത്തുന്നുണ്ടോ? ഇല്ല. ജോലിയുണ്ടോ? ഇല്ല. ഇല്ല. എല്ലാം നോ ബാക്കി എല്ലാതും ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. സർ. ബാക്കിയുള്ളതിന്റെ എന്താ കാര്യം? ജോലി ഇല്ലാണ്ട് എന്താ ചെയ്യാ? ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കേറിയേ. ആ ജോലിക്ക് വേണ്ടിയാണ് B.Ed ചെയ്യണത് അല്ലേ? വെരി ഗുഡ്. ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓ ഉം. അപ്പോ വീണ്ടും തുടരുക ശ്രമങ്ങളൊക്കെ. ജോലി മീൻസ് ഇപ്പൊ ശരിക്കില്ലേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള സമയമാണ്. അല്ലെങ്കിൽ ഈ ഓൺലൈൻ ജോബും ഈ ലേഡീസ് ഒക്കെ ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്ന കുറേ സമയമാണ്. ഇന്ന് ഞാൻ പരസ്യം കണ്ടു, ഒരു ഉമ്മയും മോളും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ. അവർ ഓൺലൈൻ വസ്ത്രത്തിന്റെ ഒരു ഷോപ്പോ എന്ത് തുടങ്ങാൻ പോവാണ്. അത് നമുക്കൊരു പേര് വേണം, ആരും കണ്ടോ എനിക്കറിയില്ല. ആ പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ. അഥവാ അവര് ഓൺലൈൻ ഒരു ടെക്സ്റ്റൈൽസ് പോലെ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ കൊറേ ഉണ്ട് സർ. കുറെ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ഒന്നും എക്സ്ട്രാ കിടക്കട്ടെ എന്ന്. ഞാൻ ചെയ്യുന്നുണ്ട് സർ പ്ലാൻസ് ഒക്കെ. ഓ വെരി ഗുഡ്. യുവർ നെയിം? അൻഷിത. അപ്പം നമ്മുടേതായിട്ട് എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കിയത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ചെടിത്തോട്ടങ്ങൾ ഈ പറഞ്ഞ പോലെ നഴ്സറി പോലെ ഉണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട്. ഹോം മെയ്ഡ് ഫുഡുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. വീട്ടിൽ ഹോട്ടൽ നടത്തുന്ന ആളുകളുണ്ട്. ഹോം സ്റ്റേ നടത്തുന്ന ആളുകളുണ്ട്. പെറ്റ്സിനെ വളർത്തുന്ന ആളുകളുണ്ട്. കോഴിയെ വളർത്തുന്ന ആളുകളുണ്ട്. ഇഷ്ടം കുറേ ബിസിനസ്സുകളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അഡൾട്ട്ഹുഡിന് കുറച്ചേ പറഞ്ഞുള്ളൂ. 3 പോയിന്റ് പറയുമ്പോഴേക്കിനെ നമ്മള് ഡിസേബിൾ ആയി. അതുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ, കാരണം ജോലി ഇല്ലല്ലോ. ഓക്കെ, ജോലി ഉണ്ടല്ലേ. ദെൻ മിഡിൽ ഏജ്. ഓക്കെ, മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ ആ ഒരു 40 to 50, 55, 60 ഉള്ളിൽ വരുന്ന സമയം. ഓക്കെ, ആ ഒരു പ്രായത്തിൽ ആരെങ്കിലും ഉണ്ടോ? മിഡിൽ ഏജിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു 40 മുതൽ അങ്ങോട്ടേക്ക്? ഓ എന്തൊരു അഭിമാനം. ശരിക്കും നിങ്ങളാണ് ഈ കോഴ്സ് ചെയ്യുന്ന ആളുകള്. ഇന്നാണ് പറഞ്ഞത്? ഓ അത് പാളിപ്പോയല്ലോ. ഞാൻ യെസ് സാർ ഉണ്ട് എന്ന് കേട്ടെ, പിന്നെ ഇത് സംശയം. കാരണം പാര വെക്കാനുള്ള കുട്ടികൾ ഇതിലുണ്ടല്ലോ. പറഞ്ഞ ആള് ഞങ്ങള് സാറിനെ പറഞ്ഞേ. ആ സാറില്ല, സാറിന്റെ അപ്പുറത്ത് അഡൾട്ട്ഹുഡ്. നിങ്ങൾക്കറിയോ, ഞാന് എന്റെ ഇവിടെ DLED TTC DLED പഠിക്കുന്ന കുട്ടികളില് എന്നേക്കാൾ 3 വയസ്സ് കൂടുതൽ കുട്ടികൾ വരെയുണ്ട്. അതൊരു ഭാഗ്യല്ലേ? സത്യം. 3 വയസ്സ് പോലിപ്പോ കോഴ്സ് കഴിഞ്ഞു. ഇപ്പത്തെ ബാച്ചില്, ഇപ്പത്തെ സെക്കൻഡ് ഇയറിൽ എന്റെ അതേ ഏജുള്ള ആളുണ്ട്. അതേപോലെ ഞാന് എന്റെ കരിയറിന്റെ തുടക്കത്തില് 2014 ഒരു NIOS ഓപ്പൺ +2 പഠിപ്പിക്കാൻ പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ചേച്ചിണ്ടായിരുന്നു, ഒരു സ്റ്റുഡന്റ്. അവരുടെ +1 ആണ്, അവരെ +1 +2 ആണ് പഠിപ്പിക്കുന്നത്. അവരുടെ മോള് +2 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെക്കാൾ എത്രയോ ഏജ് ഉള്ള ആളുകളെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ഓക്കെ, അപ്പം ഓൾഡ് ഏജ് ഞാൻ ഇന്നെ പൊക്കി പറയല്ല കേട്ടോ, അതൊക്കെ ഒരു ഭാഗ്യമാണെന്നാ പറയണേ. മിഡിൽ ഏജ് ആണ് കേട്ടോ, മിഡിൽ ഏജ്. ഷോൾഡറിങ് ദ ഫാമിലീസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇവരെ തലയിൽ 40 കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഉത്തരവാദിത്തങ്ങളുടെ ഘോഷയാത്രകര മക്കളെ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. 2 ഷോൾഡറിലും 2 ഉത്തരവാദിത്തങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ തയ്യാറാവുക. ഞാനത് കുറച്ച് മുമ്പേ എടുത്തു വെച്ച ആളാണ്. അക്വയറിംഗ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഇൻ ലൈഫ്. സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൈവരുന്ന ഒരു സമയമാണ്. പ്രൊവൈഡിങ് ഗൈഡൻസ് ടു വൺസ് ഓൺ അഡോളസെന്റ് ചിൽഡ്രൻ. നമുക്ക് ആരുണ്ടാവും? അഡോളസെന്റ് ചിൽഡ്രൻ ഉണ്ടാവും അല്ലെ? കൗമാരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും. അവർക്ക് ഉപദേശം കൊടുക്കുന്ന പ്രായമാണ്. ഗെറ്റിംഗ് അഡ്ജസ്റ്റഡ് വിത്ത് വൺസ് ഓൺ ഓൾഡ് ഏജ് പേരൻസ്. ഓൾഡ് ഏജ് പാരൻസിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയം, അതൊരു വല്ലാത്ത സമയമാണ്. നിങ്ങൾക്കുണ്ടോ? ഡു യു ഹാവ്? Yes, I have. യെസ്. Yes, sir. അപ്പൊ നെക്സ്റ്റ് ഓൾഡ് ഏജ് ആണ്. പിന്നെ അക്സെപ്റ്റിംഗ് ഡിക്രീസ് ഇൻ വൺസ് ഓൺ കാപ്പബിലിറ്റീസ് ആൻഡ് എഫിഷ്യൻസി. ഓൾഡ് ഏജ് ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്നബിലിറ്റിനെ അല്ലെങ്കിൽ
നമുക്ക് കാപ്പബിലിറ്റീസ് ഒക്കെ കുറഞ്ഞു വരികയാണെന്നുള്ള ബോധം ഉണ്ടാവണം. റൈറ്റ്. അഥവാ ഈ ഒരു മിഡിൽ ഏജിലൊക്കെ കുറച്ചധികം അഹങ്കാരങ്ങളും അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും ഒരു 60 ആൻഡ് അബോവ് അത് കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. വിത്ത്സ്റ്റാൻഡിങ് ദ ലോസ് ഓഫ് വൺസ് ലൈഫ് പാർട്ട്ണർ. ആ സമയം ആകുമ്പോഴേക്ക് ഒരു ലൈഫ് പാർട്ട്ണറെ മിസ്സാകുന്ന ഒരു സമയമൊക്കെയാണ്. ആരെങ്കിലും ഒരാൾ നേരത്തെ മുന്നിലേ പോകാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു സമയമാണ്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ലൈഫ് പാർട്ട്നേഴ്സ് മിസ്സായ ആളുകളുണ്ടോ? ദാറ്റ് മീൻസ് മരണപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുണ്ടോ? ഇല്ല സർ, അത് തോന്നുന്നു. ഓക്കെ, ചിലപ്പോ അങ്ങനെ മുന്നോട്ട് വന്ന് പറയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. പാർട്ട്ണറിന് മിസ്സാകും. ഓക്കെ, നമുക്ക് നമ്മുടെ എന്താണെങ്കിലും അത് നമ്മുടെ ഒരു ക്ലാസ്മേറ്റ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഷെയർ ചെയ്യാന്നുള്ളൊരു വലിയ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഡിഫിക്കൽട്ടീസ് ആണെങ്കിൽ അത് പറയാം എന്നുള്ളതാണ് സൈക്കോളജി. ഡെവലപ്പിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലെഷർ ടൈം ആൻഡ് റിലാക്സേഷൻ. കാരണം ഈ ഓൾഡ് ഏജ് എത്തിയ പിന്നെ ഫുള്ള് ലെഷർ ടൈം ആയിരിക്കും, ഇഷ്ടം പോലെ സമയമൊക്കെ റിലാക്സേഷൻ സമയമാണ്. ആ സമയത്ത് അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇവിടെ ഇൻഫാൻസി മുതൽ ഏതുവരെ ഓൾഡ് ഏജ് വരെ കണ്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്ലൈഡാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റൽ ടാസ്ക്. ഈ ഒരു ഡെവലപ്മെന്റ് ടാസ്കിന് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നാണ് പറയണേ. സോ ദ പ്രൈമറി എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു പ്രൊവൈഡ് എക്സ്പീരിയൻസസ് ആൻഡ് ട്രെയിനിങ് ടു ചിൽഡ്രൻ so as to equip them with the necessary basic skills and knowledge. ഓരോരോ സമയത്ത് ഓരോരോ ആളുകൾക്ക് ഉണ്ടാവേണ്ട അറിവ്, തിരിച്ചറിവ്, ഇതൊക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം എഡ്യൂക്കേഷനാണ്. നമ്മൾ ഓൾഡ് ഏജ് ആയാൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവില്ല, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ വേണ്ട എന്നൊക്കെ നമ്മൾ അതിന് മുമ്പേ പഠിച്ചു വെക്കണം. അപ്പം എക്സ്പീരിയൻസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അവരെ ഓരോരോ സ്റ്റേജിൽ ആക്ട് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുക, അത് എഡ്യൂക്കേഷന്റെ പണിയാണ്. എനേബിളിംഗ് ദം ടു ലീഡ് എ സക്സസ്ഫുൾ ലൈഫ്. ജീവിതത്തെ സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം, കഴിയാന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഒരു ഡെഫിനിഷൻ ജീവിതം സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതൊക്കെയാണ്. കുറച്ചൊരു യൂത്ത് ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഈ പറഞ്ഞ പോലെ ആൽഫ ജനറേഷന് ലൈഫ് എന്താക്കുക എന്നാ പറയാറുള്ളത് അറിയാം നമുക്ക്? കളറാക്കാം, വൈബാക്കാം, Go with the flow. ലൈഫ് കളറാക്കുക എന്നാണ് പറയാം. അവർക്ക് ഫുള്ള് ഹാപ്പിനെസ്, എൻജോയ്മെന്റ്, കളർഫുൾ ലൈഫാണ് അവർക്ക് ഇഷ്ടം. ഓക്കെ, then education is accordance with his physical and intellectual development. ഓരോരുത്തരുടെയും ഫിസിക്കൽ ഡെവലപ്മെന്റും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും അനുസരിച്ച് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഞാൻ ഈ സമൂഹവുമായി അക്കോമഡേറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് വിദ്യാഭ്യാസം വഴിയാണ് കിട്ടുക എന്നാണ്. ഫ്രം സ്കൂൾ ദേ ഗെറ്റ് എ ലിക്വിഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് ദിയർ ബേസിക് സ്കിൽസ്. ഒരുപാട് അവരുടെ ബേസിക് സ്കില്ലുകൾ, അത് ലാംഗ്വേജ് സ്കിൽസ് ആവട്ടെ, സോഷ്യൽ സ്കില്ലാവട്ടെ, ഫിസിക്കൽ സ്കില്ലാവട്ടെ, ഇന്റലക്ച്വൽ സ്കില്ലാവട്ടെ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കുറെ അവസരങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് പറയുന്നത്. ദെൻ പ്രൊവൈഡിങ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. എന്താണ് ഈ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല്? കരിക്കുലർ എന്ന് വെച്ചാൽ സിലബസ് അല്ലോ, കോ കരിക്കുലർ എന്ന് വെച്ചാൽ അതിന്റെ അപ്പാർട്ട് ഫ്രം കരിക്കുലർ അവരുടെ എന്തൊക്കെ എക്സാമ്പിള് ഇപ്പൊ സ്പോർട്സ്, ഡാൻസ്, സ്പോർട്സ്, ഡാൻസ്, അല്ലെങ്കിൽ ആർട്സ് ഡേ, അല്ലെങ്കിൽ ടാലൻസ് ഡേ, ഇങ്ങനെയൊക്കെയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. The learning helps for an all-round personality development. ഗാന്ധിജി പറഞ്ഞ പോലെ all-round personal development ആണ് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ. It also help to keep personal health and hygiene. ഓരോരുത്തരും പേഴ്സണൽ ഹെൽത്തും ഹൈജീനും ഒക്കെ ഉണ്ടാക്കല് എഡ്യൂക്കേഷന്റെ ഉത്തരവാദിത്വമാണ്. ശരിക്കും എഡ്യൂക്കേഷന്റെ ഒരു ഡെഫിനിഷൻ ഓർമ്മ ഉണ്ടോ? എഡ്യൂക്കേഷന്റെ ഡെഫിനിഷൻ ഓർമ്മ ഉണ്ടോ? പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? എന്താ കേട്ടില്ല? കാർത്തികന്റെ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പം ഒരു പേപ്പർ ഒരു യൂണിറ്റ് മുഴുവൻ പഠിച്ചിട്ടും നമ്മള് പറഞ്ഞ പോലെ രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമന് സീത ആരെന്ന് വെച്ചാൽ അറിയില്ല എന്നുള്ള അവസ്ഥക്ക് പോകരുത്. എഡ്യൂക്കേഷൻ ഡെഫിനിഷൻ അറിയാതെ ഇങ്ങനെ മുന്നോട്ട് വാങ്ങിച്ചില്ല. ഓക്കെ, ശരിക്കിപ്പോ നിങ്ങൾ എന്റെ മുന്നിലുള്ള റിയൽ സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ
കാർത്തികക്ക് നമ്മളൊരു മിഠായി തരുമായിരുന്നു, ബാക്കിയുള്ളവർക്ക് ഓരോ ഇമ്പോഷൻ തരുമായിരുന്നു. ഇമ്പോഷൻ വേണോ? വേണ്ട സർ. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു എന്തിലുള്ളത് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഇത്രയും നോക്കിയത് എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ 1ാമത്തെ യൂണിറ്റ് ആണ്. സോ അത് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കൃത്യമായിട്ട് പഠിക്കുക. 1ാമത്തെ യൂണിറ്റ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഞാൻ ഈ ഒരു 1ാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പഠിക്കുക, ഒരു വലിയ യൂണിറ്റ് ആണ്, കുറേ പഠിക്കാനുണ്ട്, കുറേ ഇമ്പോർട്ടൻ്റ് ആയതും കുറേ നമുക്ക് എഡ്യൂക്കേഷൻ അപ്ലിക്കേഷനൊക്കെ ഉള്ള കുറേ കോണ്ടന്റുകളാണ് ഇതിലുള്ളത്, കുറേ സബ്ജക്റ്റുകൾ ഉണ്ട്. സോ സ്റ്റഡി വെൽ. താങ്ക് യു ഓൾ. താങ്ക് യു സർ.